ഹാലലിയ ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി തിരുവല്ല പട്ടണത്തിലെത്തി. തിരുവല്ലയിൽ അദ്ദേഹം നടത്തുന്ന പ്രസംഗത്തിൽ FCRA വിവാദത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ 2 വാക്കിൽ അദ്ദേഹം FCRA കുറിച്ച് പറയുകയും ചെയ്തു. അപ്പം ക്രിസ്തീയ സഭകൾക്ക് എന്തെങ്കിലും ഒരു ഉറപ്പ് നൽകുമെന്നുള്ളതായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. ഉറപ്പ് നൽകുക തന്നെ ചെയ്തു. എന്നാൽ ആ ഉറപ്പ് പ്രത്യക്ഷമായിട്ടല്ല, അത് വരികൾക്കിടയിൽ വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ എന്നുള്ളതാണ്. മനോരമ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പ്രധാനമന്ത്രി പറഞ്ഞത് FCRA കുറിച്ച് എല്ലാവരും കള്ളം പറയുന്നു എന്നാണ്. ആരെ കള്ളം പറയുന്നു, എന്താണ് കള്ളം എന്ന് അദ്ദേഹം വിശദമാക്കിയില്ല എന്ന് തന്നെ മനോരമ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം ഒറ്റ കാര്യമേ ഉള്ളൂ. പ്രധാനമന്ത്രി നൽകിയിരിക്കുന്ന ഉറപ്പിതാണ്: എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ FCRA നിയമം പാസ്സാക്കിയിരിക്കും, അത് ക്രിസ്ത്യാനിക്കിട്ട് ഒന്നാന്തരം പണിയുമായിരിക്കും. ഇത് തന്നെയാണ് ഇവിടെ തിരുവല്ലയിൽ വന്ന് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കൗൺസിൽ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ജോസഫ് ഡിസൂസയും ഇന്ത്യയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കരൺ ഥാപ്പറും തമ്മിൽ നടത്തിയ സുപ്രധാനമായ ഒരു അഭിമുഖ സംഭാഷണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എൻ്റെ ഒരു സ്നേഹിതൻ എനിക്കത് അയച്ചു തന്നാണ്. ഈ വിഷയത്തിൽ ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലാത്ത ക്രൈസ്തവർക്ക് വേണ്ടി ആ അഭിമുഖ സംഭാഷണത്തെ ഏറെക്കുറെ അതുപോലെ തന്നെ അവതരിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കുന്നത്. കരൺ ഥാപ്പറുടെ ആദ്യത്തെ ചോദ്യം മാർച്ച് 25-ന് ലോക്സഭയിൽ അവതരിപ്പിക്കുകയും ഇപ്പോൾ പാർലമെന്റിന്റെ അടുത്ത സമ്മേളനത്തിലേക്ക് മാറ്റിവെക്കുകയും ചെയ്ത വിദേശ സംഭാവന ഭേദഗതി ബില്ലിനെ കുറിച്ച് വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. ആർച്ച് ബിഷപ്പ് ഈ ബില്ലിനെ അത്യന്തം അപകടകരവും അങ്ങേയറ്റം ആശങ്കാജനകവുമാണെന്ന് വിശേഷിപ്പിച്ചു. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ വലിയതാണെന്നും താങ്കൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് താങ്കൾ ഇങ്ങനെ പറയുന്നത്? താങ്കളുടെ ആശങ്ക എന്താണ്? ആർച്ച് ബിഷപ്പ് ജോസഫ് ഡിസൂസ അതിന് നൽകിയ മറുപടി ഇപ്രകാരമാണ്. കാരണം താങ്കൾ പറഞ്ഞതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം ചർച്ചകളെ പലപ്പോഴും ഹിന്ദു വിരുദ്ധമെന്ന് മുദ്ര കുത്താറുണ്ട്. എന്നാൽ ഇത് ഹിന്ദു വിരുദ്ധമായ കാര്യമല്ല. ഹിന്ദു സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കുന്നതിൽ അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതൊരു ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നമല്ല. ഇത് ഗവൺമെന്റ് നടപടികളിലെ അപകടങ്ങളെക്കുറിച്ചുള്ള വിഷയമാണ്. ഈ ഭേദഗതി ക്രൈസ്തവ പ്രസ്ഥാനങ്ങളെയും അവയുടെ സ്വത്തുക്കളെയും നിയമപരമായി കൊള്ളയടിക്കുന്നതിന് തുല്യമാണ്. നോട്ട് നിരോധന കാലത്ത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇതൊരു സംഘടിത കൊള്ളയാണെന്ന് വിശേഷിപ്പിച്ചതുപോലെ ഈ FCRA പരിഷ്കരണ നിയമം പാസ്സാക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ ക്രൈസ്തവ സമൂഹത്തെയും ആഗോള ക്രൈസ്തവ സമൂഹത്തെയും നിയമപരമായി കൊള്ളയടിക്കുന്നതിനുള്ള ഒരു വഴിയായിരിക്കും തുറന്നു വെക്കുന്നത് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ലീഗലൈസ്ഡ് ലൂട്ടിംഗ് എന്നാണ് അദ്ദേഹം അതിന് ഉപയോഗിച്ച വാക്ക്. കരൺ ഥാപ്പറുടെ അടുത്ത ചോദ്യം, കൊള്ള എന്ന വാക്ക് താങ്കൾ ഉപയോഗിച്ചു, അത് നമുക്ക് പരിശോധിക്കാം. FCRA രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെടുകയോ കാലാവധി കഴിയുകയോ ചെയ്യുന്ന സംഘടനകളുടെ ആസ്തികൾക്കുമേൽ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഒരു പ്രത്യേക അതോറിറ്റിയെ ഈ ബിൽ വിഭാവനം ചെയ്യുന്നു. ഗവൺമെന്റ് പുതുക്കലപേക്ഷ നിരസിച്ചാൽ ഉടൻ തന്നെ ഈ അതോറിറ്റി ആസ്തികൾ കണ്ടുകെട്ടാം. ഇതല്ലേ ശരി? ആർച്ച് ബിഷപ്പ് അതിന് നൽകിയ മറുപടി തികച്ചും ശരിയാണ്. ഈ കൊണ്ടുവന്ന ഭേദഗതികളെക്കുറിച്ചും FCRA ബോർഡിൽ നിന്ന് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക്, പ്രത്യേകിച്ച് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന സമീപനത്തെക്കുറിച്ചും ഞാൻ വിശദീകരിക്കാം. ഉദാഹരണത്തിന്, ആയിരക്കണക്കിന് ക്രൈസ്തവ സ്ഥാപനങ്ങളുടെ FCRA കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ റദ്ദാക്കപ്പെടുമ്പോൾ റിന്യൂവൽ നോട്ട് ഗ്രാൻഡഡ്, പുതുക്കൽ അനുവദനീയമല്ല എന്നൊരു കമ്പ്യൂട്ടർ സന്ദേശം മാത്രമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങൾ അപ്പീൽ നൽകുന്നു, കത്തുകൾ എഴുതുന്നു, പരാതിപ്പെടുന്നു, എന്നാൽ യാതൊരു പ്രതികരണവും FCRA അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് നിരസിച്ചു എന്ന് വ്യക്തമാക്കുന്നുമില്ല. ഈ FCRA അതോറിറ്റി ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിലെ ഒരു ഭരണഘടനാ വിരുദ്ധ സംവിധാനമായി മാറിയിരിക്കുകയാണെന്ന് ഞങ്ങൾ ആരോപിക്കുന്നു. എന്തുകൊണ്ട് FCRA പുതുക്കൽ നിരസിച്ചു എന്ന് കാരണങ്ങളൊന്നും നൽകുന്നില്ല എന്നുള്ള കാര്യം ജോൺ ദയാൽ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. സഹായം സ്വീകരിക്കുന്ന ചാരിറ്റികളെ കുറിച്ചും ഞങ്ങളുടെ അക്കൗണ്ടുകളെ കുറിച്ചും അതിൽ എത്ര തുക ലഭിച്ചു, എത്ര ചിലവാക്കി എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ മുമ്പ് ഓൺലൈനിൽ പ്രസിദ്ധീകരിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതൊന്നും പ്രസിദ്ധീകരിക്കുന്നില്ല. ഇപ്പോൾ എല്ലാം രഹസ്യമാണ്. എന്താണ് ഇതിൽ ഇത്ര രഹസ്യമാക്കി വെക്കുവാനുള്ളത്?
കരൺ താപ്പറുടെ അടുത്ത ചോദ്യം, സുതാര്യതയെക്കുറിച്ച് സംസാരിക്കുന്ന സർക്കാർ തന്നെ ഏറ്റവും സുതാര്യമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ബിഷപ്പ് അതിന് മറുപടി പറയുന്നു, മദർ തെരേസയുടെ വിഷയം വന്നപ്പോഴും അവരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയപ്പോഴും ആഗോള തലത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. അന്ന് ഗവൺമെന്റ് പറഞ്ഞത് ചില രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് FCRA ക്യാൻസൽ ചെയ്തതെന്നാണ്. എന്നാൽ എന്തായിരുന്നു ആ റിപ്പോർട്ട്? അതിനെക്കുറിച്ച് ആർക്കും അറിയത്തില്ല. രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമായതുകൊണ്ട് മാത്രം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അത് പുനഃസ്ഥാപിച്ചു. അന്നേരം ഈ രഹസ്യ റിപ്പോർട്ടൊന്നും യാഥാർത്ഥ്യമല്ലായിരുന്നു. ഇത്തരത്തിലുള്ള സുതാര്യമില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. നിങ്ങൾ പറഞ്ഞ ആ നിയുക്ത അതോറിറ്റിയെക്കുറിച്ച് കേൾക്കുമ്പോൾ ചരിത്രത്തിൽ മുമ്പ് നടന്ന ചില കാര്യങ്ങളാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. ഹിറ്റ്ലറുടെ നാസി ജർമ്മനിയിൽ അവർ റെഫററ്റ് ഫോർ B4 എന്ന പേരിൽ ഒരു ജൂതകാര്യ ഓഫീസ് രൂപീകരിച്ചിരുന്നു. ജൂത ജനതയുടെ സ്വത്തുക്കളും സ്ഥാപനങ്ങളും സിനഗോഗുകളും ഒക്കെ പിടിച്ചെടുക്കുക എന്നതായിരുന്നു ആ ഓഫീസിന്റെ പ്രധാന പദ്ധതി. ഈ ബിൽ പാസ്സായാൽ നമ്മൾ നേരിടാൻ പോകുന്ന ഇത് തന്നെയാണ്. ഉത്തരവാദിത്വമില്ലായ്മയും അതിനുശേഷം വന്ന് അധികാരം പിടിച്ചെടുക്കലും. ഇതെന്ത് ലോകമാണ്? നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണോ ജീവിക്കുന്നത്? ഇവിടെ നിയമവാഴ്ചയുണ്ടോ? നീതിയുണ്ടോ? നമുക്കിത് സംബന്ധിച്ച് കോടതിയിൽ പോകാൻ കഴിയുമോ? ഇതിനടുത്ത ചോദ്യമായിട്ട് കരൺ താപ്പർ ചോദിക്കുന്നു, ഇതിലെ മറ്റൊരു അപകടകരമായ വശം പിടിച്ചെടുക്കുന്ന ആസ്തികൾ സർക്കാരിന് ഇഷ്ടമുള്ള വകുപ്പുകൾക്ക് നൽകാനോ അല്ലെങ്കിൽ അവ വിറ്റ് ഈ ആസ്തികൾ വിറ്റ് സഞ്ചിത നിധിയിലേക്ക്, കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഫണ്ടിലേക്ക് മാറ്റാനോ സാധിക്കുമെന്നതാണ്. ബിഷപ്പ് അതിന് മറുപടി പറയുന്നു, അത് ശരിയാണ്, തികച്ചും ശരിയാണ്. ആ ബില്ല് ഇപ്പോൾ എൻ്റെ മുന്നിലുണ്ട്. ഇവിടെ ചോദിക്കേണ്ട വലിയ ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ക്രൈസ്തവ സംഘടനകൾ പ്രാദേശികമായും വിദേശത്തു നിന്നും സമാഹരിച്ച ഈ പണം ഗവൺമെന്റിന്റെ പണമാണോ? അത് തങ്ങളുടെ പണമാണെന്ന് FCRA അവകാശപ്പെടുന്നുണ്ടോ? അത് ഒരിക്കലും അവരുടെ പണമായിരുന്നില്ല. 50 വർഷത്തിലേറെയായി ആളുകൾ സ്വമേധാ നൽകിയ സംഭാവനകളാണവ. ഇത് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് മേലുള്ള നേരിട്ടുള്ള കടന്നുകയറ്റമാണ്. സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. സൊസൈറ്റികളായും ട്രസ്റ്റുകളായും കമ്പനികളായും നിയമപ്രകാരം ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാണിതൊക്കെ. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പരിശോധിക്കാൻ മറ്റ് സംവിധാനങ്ങൾ ഈ രാജ്യത്തുണ്ട്. പിന്നെ എന്തിനാണ് അവർ ഇത്തരമൊരു നിയമം കൊണ്ടുവരുന്നത്? ക്രൈസ്തവ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കുവാനുള്ള ഒരു കാവ്യ അജണ്ട രഹസ്യമായി ഇതിന് പിന്നിലുണ്ടെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു. മറ്റൊരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്, സ്വാഭാവിക നീതിയെക്കുറിച്ച്. ഈ FCRA അതോറിറ്റി ഒരു തരത്തിലുള്ള ജുഡീഷ്യൽ പരിശോധനകളോ നടപടിക്രമങ്ങളോ പാലിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കപ്പെടുന്ന ED പോലും ഒടുവിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കണം. എന്നാൽ FCRA അതോറിറ്റി പുതുക്കൽ അപേക്ഷ നിരസിക്കുന്നു. എന്താണ് പുതുക്കി നൽകാത്തതിൻ്റെ കാരണമെന്ന് വിശദീകരിക്കുന്ന ഒരു കുറ്റപത്രവും നൽകുന്നില്ല. നമുക്കതിനെ ചോദ്യം ചെയ്യാനും സാധിക്കത്തില്ല, കോടതിയിൽ പോകാനും സാധിക്കത്തില്ല. ജുഡീഷ്യൽ നടപടിക്രമങ്ങൾ ഇല്ലാതെ എന്തും ചെയ്യാവുന്ന ഒരു അവസ്ഥയാണ് സംജാതമായിരിക്കുന്നത്. ഈ ഭേദഗതിയിലൂടെ ന്യൂനപക്ഷ അവകാശങ്ങൾ എങ്ങനെ ലംഘിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് സുപ്രീം കോടതി വ്യക്തമായി കേൾക്കണമെന്നും നടപടിയെടുക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. കരൺ താപ്പറുടെ അടുത്ത ചോദ്യം, സ്കൂളുകളും ആശുപത്രികളും അനാഥാലയങ്ങളും ഇതിലൂടെ അപകടത്തിലാകുമെന്ന് കരുതുന്നുണ്ടോ? ആർച്ച് ബിഷപ്പ്, തീർച്ചയായും. കാരണം 50 വർഷമായി ഇന്ത്യൻ ക്രൈസ്തവ സമൂഹം, വിദേശികളൊന്നും അല്ല കേട്ടോ, ഇന്ത്യയിലുള്ളവർ തന്നെ വിദ്യാഭ്യാസം, ആരോഗ്യം, സാമ്പത്തിക ശാക്തീകരണം എന്നീ മേഖലകളിൽ മികച്ച സ്ഥാപനങ്ങൾ കഠിനാധ്വാനത്തിലൂടെ കെട്ടിപ്പടുത്തിട്ടുണ്ട്. അതിൻ്റെ ശൃംഖല വളരെ വലുതാണ്. RSS അവരുടെ 100ാം വാർഷികം ഇപ്പോൾ ആഘോഷിക്കുകയാണ്. ഈ സർക്കാരിന് കീഴിലും മുൻ സർക്കാരുകൾക്ക് കീഴിലും അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. ഇത്രയും കാലമായിട്ടും എന്തുകൊണ്ടാണ് അവർക്ക് ഇത്തരം സ്ഥാപനങ്ങൾ നിർമ്മിക്കുവാൻ കഴിയാതിരുന്നതെന്ന് ഞാൻ ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ ഇപ്പോൾ, ചില നിരീക്ഷകർ എന്നോട് പറഞ്ഞത് ഇത് വെറും അത്യാഗ്രഹം മാത്രമാണെന്നാണ്. ഇന്ത്യയുടെ മതേതര ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ പങ്കുവഹിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ വിപുലമായ വിദ്യാഭ്യാസ ശൃംഖലയെക്കുറിച്ച് അവർക്ക് നന്നായി അറിയാം. ഇപ്പോൾ ലൈസൻസ് ഉള്ളവർ സുരക്ഷിതരാണെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ അതൊരു തട്ടിപ്പാണ്. കാരണം പേനയുടെ ഒറ്റ വരയിലൂടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞെന്നോ പുതുക്കുന്നില്ലെന്നോ പറഞ്ഞ് അവർക്ക് നോട്ടീസ് അയക്കുവാൻ സാധിക്കും. ഇത് മദർ തെരേസയെ പോലുള്ള സ്ഥാപനങ്ങളെ വീണ്ടും അപകടത്തിലാക്കുന്ന കാര്യമാണ്. കാരണം
അവർക്ക് നൂറുകണക്കിന് കേന്ദ്രങ്ങളുണ്ട്. മദർ തെരേസയോടും സഭയോടും സംഘപരിവാറിന് ചരിത്രപരമായ ശത്രുതയുണ്ടെന്ന് നമുക്കറിയാം. അവിടെ ഉണ്ടാക്കുമെന്ന് പറയുന്ന ഈ അതോറിറ്റി ആരാണ്? അത് നിയന്ത്രിക്കാൻ പോകുന്നത് ആരാണ്? FCRA ആയുധമാക്കപ്പെട്ടതിലൂടെ ക്രൈസ്തവ സഭ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് എനിക്ക് അത് ഉറപ്പോടെ പറയുവാൻ സാധിക്കും. കരൺ താപ്പറുടെ അടുത്ത ചോദ്യം: ദേശീയ സുരക്ഷയ്ക്കും മതപരിവർത്തനം തടയാനും ഈ നിയമം ആവശ്യമാണെന്നാണ് സർക്കാർ പറയുന്നത്. മതപരിവർത്തനത്തിനായി പണം ഉപയോഗിക്കുന്നു എന്ന വാദത്തോട് അങ്ങ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ആർച്ച് ബിഷപ്പ് അതിന് മറുപടിയായി പറയുന്നു: രാഷ്ട്രീയമായി പറഞ്ഞാൽ ആരെയും ലക്ഷ്യം വെക്കുവാൻ ഉപയോഗിക്കാവുന്ന സർവശക്തിയുള്ള ഒരു പദമായി ദേശീയ താല്പര്യം മാറിയിരിക്കുന്നു. ദേശീയ സുരക്ഷ എന്നതുകൊണ്ട് അവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ക്രിസ്ത്യൻ സ്കൂൾ ദേശീയ സുരക്ഷയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ എപ്പോഴാണ് ക്രിസ്ത്യൻ സമൂഹം ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്? എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഉത്തരേന്ത്യയിലും മറ്റും പ്രാദേശിക ഭീകരവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് സംഘപരിവാറും അവരുടെ സംഘടനകളുമാണ്. ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒന്നിനും ഞങ്ങൾ ക്രൈസ്തവർ മുതിർന്നിട്ടില്ല. ഇത്തരമൊരു ഭാഷ ഉപയോഗിക്കുന്നത് ഈ രാജ്യത്തെ സേവിക്കുന്ന ദേശസ്നേഹികളായ ഇന്ത്യക്കാരോടുള്ള അവഹേളനമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. ദേശീയ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ എന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ ഒരു സൂചനയുണ്ട്. നരേന്ദ്രമോദിയുടെ കീഴിലുള്ള BJP പല സംസ്ഥാനങ്ങളിലും മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ ഇതിനകം തന്നെ പാസ്സാക്കി കഴിഞ്ഞിട്ടുണ്ട്. FCRA ഭേദഗതിയുടെയും മതപരിവർത്തന നിയമങ്ങളുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്: മതപരിവർത്തനത്തിനായി പണം ഉപയോഗിക്കുന്നത് തടയുക എന്നതാണെന്ന് ആഭ്യന്തരമന്ത്രി നിത്യാനന്ദ റായ് പാർലമെന്റിൽ പറഞ്ഞതായിട്ടുമാണ് റിപ്പോർട്ട്. കരൺ താപ്പറുടെ അടുത്ത ചോദ്യം: ചുരുക്കത്തിൽ സഭ സൃഷ്ടിച്ച സമ്പത്ത് മതപരിവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന വാദം നിങ്ങൾ തള്ളിക്കളയുന്നു. ഇതിന് തെളിവൊന്നുമില്ലെന്നാണോ ബിഷപ്പ് പറയുന്നത്? ആർച്ച് ബിഷപ്പ് അതിന് നൽകുന്ന മറുപടി ഇങ്ങനെയാണ്: ഇതിന് മറുപടി നൽകാൻ എനിക്ക് 1-2 മിനിറ്റ് അധികം വേണ്ടി വന്നേക്കാം. BJPയും RSSും 50 വർഷത്തിലേറെയായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണിത്. മതപരിവർത്തന നിരോധനം. ആധുനിക ക്രിസ്തുമതം എവിടെയാണെന്നോ അത് എങ്ങനെ പരിണമിച്ചുവെന്നോ ഉള്ള ധാരണ അവർക്കില്ല. ആധുനിക ക്രിസ്തുമതത്തെ നയിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളല്ല, മറിച്ച് ആഫ്രിക്ക, ബ്രസീൽ, കൊറിയ, ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഗ്ലോബൽ സൗത്താണ്. ചരിത്രപരമായ ഈ വസ്തുത തിരിച്ചറിയണം. ഈ സംഭാവനകളിൽ ഭൂരിഭാഗവും വരുന്നത് ഈ മേഖലകളിൽ നിന്നുമാണ്. നിർബന്ധിതമോ വഞ്ചനാപരമോ പ്രലോഭിപ്പിച്ചോ ഉള്ള മതപരിവർത്തനത്തിന് ആധുനിക ക്രിസ്തീയ മതത്തിൽ സ്ഥാനമില്ല. യേശു എന്തിനു വേണ്ടി വന്നുവെന്നോ അതിൻ്റെ നേർ വിപരീതമാണത്. മനസാക്ഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കുവാനുള്ള ഓരോ വ്യക്തിയുടെയും അലംഘനീയമായ അവകാശത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ഭരണഘടന അനുവദിക്കുന്നതുമാണ്. 50 വർഷമായി നിങ്ങളുടെ പക്കൽ ഈ മതപരിവർത്തന വിരുദ്ധ ബില്ലുകളുണ്ട്. മതപരിവർത്തനം വ്യാജമോ വഞ്ചനാപരമോ ആണെന്ന് കോടതി വിധിച്ച ഒരു 100 കേസ് ഇന്ത്യയിൽ ഉടനീളം കാണിച്ചു തരുവാൻ നിങ്ങൾക്ക് കഴിയുമോ? ഈ നിയമം നടപ്പാക്കിയ UPയിൽ കോടതികൾ ഓരോന്നായി ഇത്തരം കേസുകൾ തള്ളിക്കളയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതൊരു വെറും നുണയാണ്. ഞാൻ തുറന്നു പറയട്ടെ, ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് കൊളോണിയൽ ക്രിസ്തുമതത്തിൽ താല്പര്യമില്ല. ഞങ്ങൾ വ്യത്യസ്തമായ ഒരു വിഭാഗമാണ്. എന്നാൽ BJPയും RSSും പഴയ കാലത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. അതിനർത്ഥം ആളുകൾക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരെ തള്ളിക്കളയുവാൻ യേശു നമുക്ക് അധികാരം നൽകിയിട്ടുണ്ടെന്നല്ല. ഉദാഹരണത്തിന് ഡൽഹിക്ക് പുറത്തുള്ള ഗുഡ്ഗാവിലെ പാസ്റ്റർ അങ്കിത് നടത്തുന്ന യോഗങ്ങളിൽ ഓരോ ഞായറാഴ്ചയും 50,000 പേർ വരുന്നുണ്ട്. അദ്ദേഹം അവർക്ക് പണം നൽകുന്നില്ല. എന്തുകൊണ്ടാണ് അവർ അവിടേക്ക് വരുന്നത് എന്ന് സർക്കാർ ആ ആളുകളോട് എന്താ ചോദിക്കാത്തത്? താഴ്ന്ന ജാതിക്കാരും അയിത്തം നേരിടുന്നവരും ഉയർന്ന ജാതിക്കാർ പോലും അവരുടെ വ്യക്തിപരവും ആത്മീയവും മാനുഷികവുമായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാത്തതിനാൽ ജാതി വ്യവസ്ഥയിൽ നിന്ന് പുറത്തു പോകും എന്നതാണ് യഥാർത്ഥ ഭയം. ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വർഗത്തിൽ പോകുന്നതിനെക്കുറിച്ച് മാത്രമുള്ളതല്ല. ഈ ഭൂമിയിൽ നമ്മുടെ പൂർണ്ണമായ മനുഷ്യത്വം പുനഃസ്ഥാപിക്കുവാൻ യേശു വന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യന്റെ മാനുഷികത വീണ്ടെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ അതൊരു മതപരിവർത്തന അജണ്ടയാണ്. പൂർണ്ണ മനുഷ്യനായിരിക്കുക എന്നതിനെ അവർ ബഹുമാനിക്കുന്നില്ലെങ്കിൽ എനിക്കതിൽ എന്ത് ചെയ്യുവാൻ കഴിയും? കരൺ താപ്പർ അടുത്തതായി ചോദിക്കുന്നു: ജനങ്ങൾ തിരിച്ചറിയാത്ത വിദേശ തലത്തിലുള്ള വശങ്ങൾ ഈ നിയമവുമായി ബന്ധപ്പെട്ടുണ്ടോ? ബിഷപ്പിന്റെ മറുപടി:
അതേ, സർക്കാരും FCRA അധികൃതരും ആഗോളതലത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ഈ രാജ്യത്തെ കൊണ്ടെത്തിക്കുന്നത്. ഇന്ത്യ ക്രിസ്ത്യൻ വിരുദ്ധ രാജ്യമായി കണക്കാക്കപ്പെടും. അമേരിക്കയിലെ RSS അനുബന്ധ ഘടകങ്ങളെ നിരോധിക്കാൻ USCIRF ഇതിനകം തന്നെ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇത് ആഗോളതലത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ആഘാതത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മോദിക്ക് അറിയാമോ? നിയമപരമായി ഈ ആസ്തികൾ ഞങ്ങളുടേതാണ്, എന്നാൽ ധാർമ്മികമായി ഇത് പങ്കിടപ്പെട്ട സ്വത്താണ്. ഉദാഹരണത്തിന്, അമേരിക്കയിലെ ഒരു സഭ 10 സ്കൂളുകൾ സ്പോൺസർ ചെയ്യുന്നുണ്ടാകാം. ഇപ്പോൾ സർക്കാർ അവ ഏറ്റെടുക്കാൻ പോവുകയാണോ? ഇത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിയമ നടപടികൾക്ക് കാരണമാകും. നിങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ വലിയൊരു പ്രശ്നത്തിനാണ് തിരികൊളുത്തുവാൻ പോകുന്നത്. പ്രധാനമന്ത്രി മോദി തന്റെ ഭരണകാലത്തിന്റെ ഓർമ്മയായി ഇത് അവശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഹരൺ താപ്പർ അടുത്തതായി ചോദിക്കുന്നു, സർക്കാർ ഈ ബില്ലിൽ നിന്ന് പിന്നോട്ട് പോകുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ആർച്ച് ബിഷപ്പ് മറുപടി പറയുന്നു, ഞാൻ ആഭ്യന്തരമന്ത്രിയോടും പ്രധാനമന്ത്രിയോടും ഈ ബിൽ പിൻവലിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. കോവിഡ് സമയത്ത് പോലും രാജ്യത്തെ സഹായിച്ച സ്ഥാപനങ്ങളെ വേട്ടയാടരുത്. FCRA നടപടികളിൽ സുതാര്യത നിർബന്ധമായും കൊണ്ടുവരണം. ഇപ്പോഴത്തെ നടപടി ദേശീയ താല്പര്യത്തിന് ഗുണകരമല്ല. നമ്മുടെ സമ്പദ് വ്യവസ്ഥ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന ഈ സമയത്ത് അനാവശ്യമായി വലിയ മാധ്യമ ശ്രദ്ധ സൃഷ്ടിക്കുന്ന വാർത്തകൾ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. സ്കൂളുകൾക്കും ആരോഗ്യ മേഖലയ്ക്കുമായി വിദേശത്തു നിന്ന് പണം കൊണ്ടുവരുവാൻ ഇന്ത്യൻ സമൂഹത്തെ സർക്കാർ അനുവദിക്കണം. FCRA പരിഷ്കരണം ദേശീയ താല്പര്യത്തിന് ഒരിക്കലും ഗുണകരമല്ല, ബിഷപ്പ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? ഹല്ലേലൂയ മാട്രിമോണിയൽ നിങ്ങളെ സഹായിക്കുന്നു. വിശ്വാസികൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ മാർഗമാണിത്. 2 മാർഗങ്ങളിലൂടെയാണ് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ 10,000-കണക്കിന് ആളുകളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത്. ഒന്ന്, ഹല്ലേലൂയ ഓൺലൈൻ. നിരന്തരം ക്രിസ്തീയ വാർത്തകൾ 100-കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി 10,000-കണക്കിന് വായനക്കാരിലേക്ക് എത്തുന്നു. ആ വാർത്തകളോടൊപ്പം നിങ്ങളുടെ മാട്രിമോണിയലും ഉൾപ്പെടുത്തുന്നു. 2, കഴിഞ്ഞ 30 വർഷമായി പ്രസിദ്ധീകരിക്കുന്ന ഹല്ലേലൂയയുടെ പ്രിന്റ് എഡിഷൻ ഉണ്ട്. ആ പ്രിന്റ് എഡിഷനിലും ഈ മാട്രിമോണിയൽ അതുപോലെ തന്നെ ഉൾപ്പെടുത്തുന്നു. ഈ 2 മാർഗങ്ങളിലൂടെ 10,000-കണക്കിന് വായനക്കാരിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാട്രിമോണിയൽ എത്തുമ്പോൾ ആലോചനകൾ നിങ്ങളെ തേടി വരും. അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായത് പ്രാർത്ഥനാപൂർവം നിങ്ങൾ തിരഞ്ഞെടുത്താൽ മാത്രം മതിയാകും. അതുകൊണ്ട് വൈകണ്ട. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ സ്ക്രീനിലുള്ള ഫോൺ നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ ബയോഡേറ്റയും ഫോട്ടോയും അയയ്ക്കുക. ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. എത്രയും വേഗം നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.